من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിലുള്ള 6-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ 1-2 ഖുതുബകളിൽ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സന്താന പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 1-2 കാര്യങ്ങൾ കൂടി അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ വിഷയം ഇന്നിവിടെ ക്ലോസ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മക്കളെ നന്നാക്കി വളർത്തിയെടുക്കുക എന്നുള്ളത് ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്ന കാര്യമാണ്. തൻ്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും മക്കളിൽ അങ്ങനെ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിഭാഗം രക്ഷിതാക്കളും, ഉമ്മമാരും ബാപ്പമാരും ഒക്കെ. നമുക്കറിയാം, ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ആ മക്കളെ വളർത്തിക്കൊണ്ടുവന്നാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ആ രക്ഷിതാക്കൾ തന്നെയാണ്, മാതാക്കൾ തന്നെയാണ്. സങ്കീർണമായ ഇന്നത്തെ ചുറ്റുപാടിൽ മക്കളെ നല്ല വ്യക്തികളാക്കി വളർത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. പാരന്റിങ് ഈസ് എ ഹാർഡ് ബട്ട് വെരി റിവാർഡിങ്. വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാം, സ്കൂളുകളൊക്കെ പൂട്ടി അഡ്മിഷൻ നേടുന്ന സമയമാണ്. ഇപ്പൊ പല രക്ഷിതാക്കളും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഏത് സ്കൂളിലാണ് 4-ാം ക്ലാസ് കഴിഞ്ഞ അല്ലെങ്കിൽ 7-ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയെ ചേർത്താൻ നല്ലത് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുക. മുമ്പൊന്നും ഇത്തരം ചോദ്യങ്ങളില്ല. അവർക്ക് സംശയമല്ല ഇന്ന സ്കൂൾക്ക് പറഞ്ഞേക്കണ്ടേ എന്നുള്ളത്. ഇന്നിപ്പോ ഉപദേശങ്ങൾ തേടുകയാണ് രക്ഷിതാക്കൾ ചെയ്യണത്. എവിടേക്കാ കാരണം എവിടേക്ക് പറഞ്ഞേക്കാൻ ഒരു സമാധാനമില്ലാത്ത ഒരു സാമൂഹിക അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞയച്ചാലും സഹോദരങ്ങളെ, ആ മക്കൾക്ക് കിട്ടേണ്ട വിദ്യാഭ്യാസം കിട്ടും. പക്ഷേ അവരെ സംസ്കാര സമ്പന്നരായ മക്കളാക്കി വളർത്തിയെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം അത് രക്ഷിതാവിൻ്റെത് തന്നെയാണ്. സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവിടെ പഠിപ്പിക്കേണ്ട ചില സിലബസുകളുണ്ട്. അത് നമസ്കാരവും നോമ്പും ഖുർആൻ പാരായണവും സ്വർഗവും നരകവും സകാത്തും കർമ്മശാസ്ത്ര വിധികളുമൊന്നുമല്ല. അത്തരം വിധികളെ കുറിച്ചൊക്കെ പഠിപ്പിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും അവന് യഥാർത്ഥ മുഅ്മിനായി നാടിനു വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, കുടുംബത്തിന് വേണ്ട ഒരു മകനായി മകളായി വളർത്തിക്കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്തം അത് രക്ഷിതാവിൻ്റെത് തന്നെയാണെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വലിയ ആശങ്കകളോടെയാണ് ഇന്നത്തെ ന്യൂജൻ തലമുറയെ ആളുകൾ നോക്കിക്കാണുന്നത്. ഇത് ഇന്നൊന്നലൊന്നും തുടങ്ങിയതല്ല. രക്ഷിതാക്കളുടെ ആശങ്ക എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്
ഓടിച്ചാടി നടക്കാൻ പ്രായമായ ഒരു കൗമാരക്കാരനായ കുട്ടിയെയും പിടിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു രക്ഷിതാവ് കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. കൗൺസിലിംഗ് ഒക്കെ നമുക്കറിയാം, അന്ന് കേട്ട് പരിചയമുള്ള വാക്കാണ്. ആ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്ന് രക്ഷിതാവ് കുട്ടിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ്, എന്നിട്ട് പറഞ്ഞ്, എൻ്റെ മകനെ നിങ്ങളൊന്ന് ഉപദേശിക്കണം, ഓൻ്റെ അടുത്ത് ഇന്ന തകരാറുകളൊക്കെ ഉണ്ട്, അതൊന്ന് പരിഹരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രക്ഷിതാവും കുട്ടിയും ഉമറും അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് മകന്റെ പ്രശ്നങ്ങളെ കുറിച്ച് രക്ഷിതാവ് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അതൊക്കെ കേട്ട് അന്നത്തെ ആ ന്യൂ ജനറേഷനിൽപ്പെട്ട ആ കുട്ടി ഇതൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇപ്രകാരമാണ്: യാ അമീർ അൽ മുഅ്മിനീൻ, അമീർ മുഅ്മിനീൻ, എന്തൊക്കെയാണ് ഒരു രക്ഷിതാവിന് തൻ്റെ കുട്ടിയോടുള്ള ബാധ്യത? കുട്ടിയോട് നന്നാകണം, നിസ്കരിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, സമൂഹത്തിന് ഉപകാരമുള്ളവനായി മാറണം, വേണ്ടാത്ത കാര്യങ്ങളിലേക്കൊന്നും പോകരുത്, നന്മയും തിന്മയും ഇന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എല്ലാം കേട്ട് നിന്ന് ആ കുട്ടി ചോദിക്കുന്ന ചോദ്യം, ഒരു കുട്ടിയോട് രക്ഷിതാവിനുള്ള ബാധ്യതകൾ കൂടി എന്താണെന്ന് താങ്കളൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു പറഞ്ഞു കൊടുക്കാൻ, തജിബുലിൽ വലദി ഇഖ്തിയാറുഹു ലി വാലിദതിഹി, ഒരു രക്ഷിതാവിന് കുട്ടിയോട് ചെയ്യാനുള്ള ഒന്നാമത്തെ ബാധ്യത ആ കുട്ടിക്ക് അനുയോജ്യനായ നല്ല ഒരു മാതാവിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ കുട്ടിയുടെ ഉമ്മ ഒരു നല്ല ഉമ്മയായിരിക്കണം എന്നർത്ഥം. കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടായി, കൗമാരക്കാരനായ കുട്ടിയോട് ഉമ്മ നന്നാവണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ ഒരു പുരുഷൻ തൻ്റെ മക്കളോട് കാണിക്കേണ്ടുന്ന മര്യാദകൾപ്പെട്ടത് ഒന്നാണെന്ന് തരാം, ആ കുട്ടിക്ക് അനുയോജ്യനായ ഒരു മാതാവായിരിക്കണം ഉമ്മ. വതഹ്സീൻ ഇസ്മുഹു, അവന് ഏറ്റവും നല്ല ഒരു പേരിടണം, കുട്ടിക്ക് അർത്ഥവത്തായ ഒരു പേരിടണം. പിന്നെ പറഞ്ഞു വൽ മുബാലഗത്തു ഫീ തഅദീബിഹി, അവനെ നല്ല അച്ചടക്കമുള്ളവനായി സംസ്കാരമുള്ളവനായി വളർത്തണം. ഇതൊക്കെയാണ് രക്ഷിതാവിന് കുട്ടിയോട് ചെയ്യാനുള്ള ബാധ്യത എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പറയുന്നൊരു മറുപടിയുണ്ട് ചരിത്രത്തിൽ. അതെന്താ നിങ്ങള്? യാ അമീർ അൽ മുഅ്മിനീൻ ഇന്ന അബീ ലം യഫ്അൽ ശൈഅൻ മിൻ ദാലിക, പൊന്നാര അമീർ അൽ മുഅ്മിനീനെ, നിങ്ങളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആ മര്യാദകളൊന്നും എൻ്റെ വാപ്പ പാലിച്ചിട്ടില്ല. നോക്കൂ നിങ്ങള്, അമാ ഉമ്മി ഫ ഇന്നഹാ സിൻജിയത്തുൻ കാനത്ത് ലി മജൂസിയിൻ, എൻ്റെ ഉമ്മ ഇന്നും ഒരു അഗ്നി ആരാധകന്റെ അടിമ പെണ്ണായി കഴിയാണ്, അവിടെ വേലെടുത്തുകൊണ്ട് കഴിയാണ്. അതേ പ്രകാരം വഖദ് സമ്മാനി ജുഅല, അദ്ദേഹം എനിക്കിട്ടിരിക്കുന്ന പേര് ജുഅല എന്നാണ്, അല്ലെങ്കിൽ ഹൻസഫ എന്ന് പണ്ഡിതന്മാരവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരു വാപ്പ കുട്ടിക്കിട്ട പേര് ജുഅല, കേട്ടാൽ നല്ല അറബി പേരാണെന്നൊക്കെ തോന്നിപ്പോകും. പക്ഷേ അതിന്റെ ആശയം പരിശോധിക്കുമ്പോ ആ കുട്ടിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടിട്ടില്ല. ജുഅല എന്ന് പറഞ്ഞാൽ കരിവണ്ട് എന്നാണ് അർത്ഥം. ഈ കുട്ടി പറയണ എനിക്ക് വാപ്പട്ട പേര് അതാണ്. വലം തുഅല്ലിമനി മിനൽ കിതാബി വലം യുഅല്ലിമനി മിനൽ കിതാബി ഹർഫൻ വാഹിദ. നിങ്ങൾ ഇവിടെ അള്ളാന്റെ കിതാബിനെ കുറിച്ചൊക്കെ പരാമർശിച്ചല്ലോ എന്നോടുള്ള കൗൺസിലിങ്ങിൽ. പക്ഷെ എന്റെ വാപ്പ ഈ ഒരു കിതാബിൽ നിന്ന് ഒരു ഹർഫ് പോലും എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇതാണ്
ആ കാലത്തെ ന്യൂ ജനറേഷൻപ്പെട്ട ആ കുട്ടി ഉമർ റളിയല്ലാഹുവിനോട് പറയുന്നത്, ഇത് കേൾക്കേണ്ട താമസം. ഫൽതഫത്ത് ഉമർ ഇല റജുലി വഖാല ലഹു ജിഅത ഇലയ്യ തഷ്കു ഉഖൂഖ ഇബ്നിക. ഇത് കേട്ടപാട് ഉമർ റളിയല്ലാഹു അൻഹു ആ കൊണ്ടുവന്ന പിതാവിന് നേരെ തിരിഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടെ ചോദിക്കണം, താങ്കൾ താങ്കളുടെ കുട്ടിയോട് കാണിക്കേണ്ട മര്യാദകളൊന്നും പാലിക്കാതെ അവനെ അഡ്വൈസ് ചെയ്യാൻ, അവനെ ഉപദേശിക്കാൻ വേണ്ടി നീ എന്റെ അടുത്ത് കൊണ്ടു നിൽക്കണം. ഉമർ റളിയല്ലാഹു വളരെ ദേഷ്യത്തോടു കൂടി രോഷാകുലനായിക്കൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കണം. എന്നിട്ട് പറഞ്ഞു, ആദ്യം കുട്ടിയോട് ചെയ്യാനുള്ള മര്യാദ നീ കാണിക്കണം, എന്നിട്ടേ അവനെ കുറ്റപ്പെടുത്താൻ പാടുള്ളൂ. സഹോദരങ്ങൾ, ഇത് രക്ഷിതാക്കളായ നമുക്കൊക്കെ ഒരു മാതൃകയാണ്. നമ്മുടെ മക്കൾക്ക് അവർക്ക് വേണ്ടുന്ന പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ്. ഇന്നിപ്പോ എല്ലാവരും ആശങ്കയിലാണ് അല്ലേ? എല്ലാവരും, ആരും ഇത് ഒഴിവല്ല. മര്യാദക്ക് ഒരു സ്ഥാപനത്തിലേക്ക് പറഞ്ഞേക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് വലിയ ബാധ്യതകളാണ് സഹോദരങ്ങൾ ഈ രംഗത്ത് നിർവഹിക്കാനുള്ളത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നതിന്റെ അർത്ഥം. നമ്മൾ പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, പരിഹാരവും അതിനുണ്ട്. ആ പരിഹാരം എന്താന്ന് വെച്ചാൽ മക്കളെ ധാർമ്മികമായി ബോധവാന്മാരാക്കുക എന്നത് തന്നെയാണ്. അതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. തിരുത്തേണ്ട സമയത്ത് മക്കൾക്ക് തിരുത്തി കൊടുക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവുക. നോ എന്ന് പറയേണ്ടിടത്ത് പറയാൻ രക്ഷിതാക്കൾ മടി കാണിച്ചാൽ കുറെ വൈകി കഴിഞ്ഞിട്ട് കുട്ടികളോടത് പറയുമ്പോൾ കുട്ടികൾക്ക് ടെൻഷനാ. നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇപ്പം എങ്ങനെയാണ്? എനിക്കറിയാം, വളർന്നൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആക്കി മാറ്റി അവസാനം കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് അവരുടെ ദാമ്പത്യ ജീവിതം നല്ല രൂപത്തിൽ പോകാൻ കഴിയാത്ത രണ്ട് കുടുംബങ്ങൾ, 2ഉം 4ഉം 2 ഡോക്ടർമാരാണ്, രണ്ടാളുടെയും ഭാര്യമാരും ഡോക്ടർമാരാ. ഒന്നിനൊരു കുട്ടിയുണ്ട്, കുട്ടിയൊക്കെ പ്രസവിച്ചതിന് ശേഷമാണ് അവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങണേ. മറ്റൊന്ന് കല്യാണം കഴിഞ്ഞ ഒരു 4-5 മാസമാണ്, റമദാന്റെ ഒരു 2-3 മാസം മുമ്പ് നിക്കാഹ് കഴിഞ്ഞ് പെൺകുട്ടിയുടെ പഠനം കൂടി പൂർത്തിയാക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് പഠനത്തിന് വേണ്ടി പറഞ്ഞയച്ച ഒരു ഡോക്ടർ ഇന്ന് ആ ഒരു വിവാഹ ബന്ധവും ഡിവോഴ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2 കുടുംബത്തിന്റെയും വിഷയങ്ങളും അവരുമായി സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതും ഇന്നും എൻ്റെ മൊബൈലിലുണ്ട്. ഇത്ര ആഗ്രഹിച്ചു കൊണ്ടാണ് ഒരു മകനെ ഡോക്ടർമാരാക്കാനൊക്കെ രക്ഷിതാക്കൾ കഷ്ടപ്പെടുന്നത്. ഡോക്ടർമാരായിട്ടുണ്ട്, പക്ഷെ ദുനിയാവിൽ എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെ ഒരു കുടുംബ ജീവിതം നയിക്കണമെന്ന് അറിയാത്ത ഡോക്ടർമാരുണ്ടായിട്ട് എന്ത് കാര്യം? ഒന്നുമില്ല, നിസ്സാരമായ കാര്യം. ഒരുത്തന്റെ കേസ് എന്താ? നിങ്ങള് പഠിക്കാൻ പോകുന്ന കുട്ടി വൈകുന്നേരം ക്ലാസ് വിട്ട് ഹോസ്റ്റലിലേക്ക് വരുമ്പോ എങ്ങനെയാണ് നീ ഹോസ്റ്റലിലേക്ക് മടങ്ങാറുള്ളത് എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറയാണ്, ഞാൻ അധികം ഓട്ടോറിക്ഷക്കാണ് പോരല്, ഓട്ടോറിക്ഷ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ക്ലാസ് പഠിക്കുന്ന മറ്റുള്ള കുട്ടികളെ കൂടെ ബൈക്കുമലൊക്കെ പോരും. അപ്പോ അത്യാവശ്യം ഒരു ഇസ്ലാമിക കുടുംബത്തിലൊക്കെ ജനിച്ചു വളർന്ന ആ കുടുംബത്തിലെ ആ പയ്യൻ ആ കുട്ടിനോട് പറഞ്ഞു, എന്തായാലും ഇതുവരെ നീ ചെയ്തത് ചെയ്ത്, ഇനി അങ്ങനെ ഒരാളെ ബൈക്കുമ്പോഴും പോവരുത്. എത്രയാണോ നിനക്ക് ഓട്ടോറിക്ഷന്റെ പൈസ വരുന്നത് ആ പൈസ ഞാൻ അയച്ചു തരാം, നീ എന്നോട് പറഞ്ഞാൽ മതി. അത് ഇഷ്ടപ്പെടാത്ത പെൺകുട്ടി പറഞ്ഞു, എന്നോട് അദ്ദേഹത്തിന് ദേഷ്യമാണ്. ആ വിവാഹം ഡിവോഴ്സിന്റെ വക്കിലാണ്. ഞാൻ പറഞ്ഞാൽ നമ്മുടെയൊക്കെ മക്കളെ വളർത്തുമ്പോ പലപ്പോഴും എന്താ വെച്ചാല്, ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്താൽ ആ കുട്ടിക്ക് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് രക്ഷിതാക്കൾ പറയാൻ മടിച്ചു കഴിഞ്ഞാൽ, ഒരു നെഗറ്റീവ്സ് കുട്ടി കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടിക്ക് അത് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ എന്തുകൊണ്ടുണ്ടാകണമെന്ന് ചോദിച്ചാല് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. വേറെ ഒന്നെന്താന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ,
നമ്മളൊക്കെ നാട്ടിലെ പരിസരത്തുള്ള കേസുകളാണ് ഞാൻ പറഞ്ഞത്. ലണ്ടനിലും അമേരിക്കയിലും ഒന്നും ഉള്ളതല്ല. ആദ്യത്തെ പ്രസവമാണ്, രണ്ടാളും ഗൾഫിലാണ്. പ്രസവം അവിടെ നിന്ന് തന്നെ ആക്കാം, ജോലിയുണ്ട്, രണ്ടാക്കും ജോലിയുണ്ട്, നല്ല സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നവരാണ്. പ്രസവമൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് എന്തോ തമാശക്ക് ചില ഭർത്താവ് അവളോട് എന്തോ പറഞ്ഞു. ആ പറഞ്ഞ കാരണത്താൽ പിന്നെ പ്രശ്നമായി. പെൺകുട്ടി ഇന്ന് നാട്ടിലാണ്. ആ പറക്കാൻ പറ്റാത്ത പിഞ്ചു കുട്ടിയെയും ഭർത്താവിനടുത്ത് ഇങ്ങനെ പിടിച്ചു വർഷം കൊണ്ടുവന്നിട്ട് ഈ ഭർത്താവിന്റെ കുടുംബത്തിൽ ഇന്നിപ്പോ യാതൊരു ബന്ധമല്ല, അതും ഏകദേശം ഈ പറഞ്ഞ രൂപത്തിലൊക്കെ നിൽക്കണേ. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്കിടയിൽ നിന്ന് ആത്മഹത്യ പെരുകയാണ്. എന്തേത്? മരിച്ചു പോകാനുള്ള കൊതിയുണ്ടാ? അല്ല. കുട്ടികളോടൊന്ന് ദേഷ്യപ്പെടാൻ പാടില്ല, ഒരു സംഗതി ചെയ്യരുത് എന്ന് പറയാൻ പാടില്ല. അത് ചെയ്താൽ പിന്നീട് കുട്ടി വയലന്റ് ആകുന്ന ഒരു കാഴ്ച. ഇതാ ഞാൻ പറഞ്ഞത്. തിരുത്തേണ്ടതൊക്കെ തിരുത്തേണ്ട സമയത്ത് തിരുത്തി കൊടുക്കാനും, നോ പറയേണ്ടടുത്ത് നോ പറയാനും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെ കേട്ട് ശീലമില്ലാത്ത കുട്ടികൾ ഒരു പക്ഷെ വലുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ വേണ്ട എന്ന് പറഞ്ഞാൽ അതുമൂലം ക്ഷുഭിതനാകുന്ന, ഒരു കണ്ടം കയറിൽ ജീവനൊടുക്കുന്ന ഒരു അവസ്ഥ. മാതാവ് ഫോണ് കൊടുക്കാത്തതിന്റെ പേരിലാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്ത്. ഇപ്പോൾ നാടിനൊരു അവസ്ഥയാണിത്. ഞാൻ പറഞ്ഞ നമ്മുടെ മക്കൾക്ക് ചില സമയത്ത് ശിക്ഷണങ്ങൾ നൽകാനും അതേ പ്രകാരം ശിക്ഷിക്കാനും, അരുതാത്തത് കാണുമ്പോൾ ചെയ്യരുതെന്ന് പറയാനും രക്ഷിതാക്കൾ മടി കാണിച്ചാൽ പിന്നീട് അതിന്റെ ദുരന്തം വലുതാവും. നമ്മള് സാധാരണ മക്കൾക്ക് നല്ല ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കും. മന്തി, അത് കുഴിച്ചതും കുഴിക്കാത്തതും ആയതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കും. മക്കൾക്ക് എന്താണോ ഇഷ്ടമൊക്കെ വാങ്ങിക്കൊടുക്കും. പക്ഷെ ഒരു കുട്ടിയുടെ തിന്മ കാണുമ്പോ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചു പോകുന്ന കുട്ടിയോട് അത് പാടില്ല, ഇസ്ലാമിന്റെ നിലപാടല്ല എന്ന് പറയാൻ രക്ഷിതാക്കൾ മടി കാണിക്കുകയാണ്. ഒരു പെൺകുട്ടി അനിസ്ലാമികമായ വേഷം ധരിച്ചു പോകുമ്പോ മോളെ അങ്ങനെ പോകാൻ പാടില്ല, ഇതൊരു പെൺകുട്ടിക്ക് യോജിച്ച വേഷവിധാനമല്ല എന്ന് പറയാൻ രക്ഷിതാക്കൾ മടി കാണിക്കുകയാണ്. നിങ്ങൾക്കറിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിഞ്ഞ പ്രവാചകന്റെ അക്കാലത്തുള്ള സഹാബികളുടെ മക്കളുണ്ട്, ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. അതിൽപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുൻതു ഗുലാമൻ ഫി ഹിജ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ കാലത്ത് കുട്ടിയായിരിക്കെ റസൂലുള്ളാഹിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോ വകാനത്തി യദീ തതീഷു ഫി സുഹ്ഫ, ആ ഭക്ഷണ തളികയിലൂടെ എന്റെ കൈകൾ ഇങ്ങനെ വല്ലാതെ ഓടി നടന്നു പാത്രത്തില്. അങ്ങനെ കുട്ടിയൊക്കെ ഉണ്ടല്ലോ, കിട്ടുന്നതൊക്കെ ഭാര്യ, ആ ഒരു സ്വഭാവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഗുലാം, കണ്ടങ്ങള് ഒരു കുട്ടിയെ തിരുത്തി കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഗുലാം, മോനെ, കുട്ടിയെ. സമ്മില്ല, ഭക്ഷണത്തിന്റെ മര്യാദ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഒറ്റ ഹദീസ് മതി നമുക്ക് എല്ലാ വിഷയത്തിലും മാതൃകയാക്കാൻ. കുട്ടി ചെയ്തത് അത്ര നല്ലൊരു കാര്യം തന്നെ. നമ്മള് ഒന്നിച്ചിരുന്ന ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നത് സ്വന്തം മക്കൾ തന്നെയാണെങ്കിൽ നമ്മളെന്താ പറയല്, എല്ലായിടത്തും കൂടി വാരില്ലേന്ന് അറിയും. ബാക്കിയുള്ളവർക്ക് വേണ്ട തിന്നാൻ നോക്കും അല്ലേ? അങ്ങനെ കൈ ഇങ്ങനെ വല്ലാതെ എല്ലായിടത്തും കൂടി ഇങ്ങനെ പാഞ്ഞു നടന്നപ്പോ റസൂലുള്ള പറഞ്ഞു യാ ഗുലാം, റസൂൽ തടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു യാ ഗുലാം സമ്മില്ല, ബിസ്മി ചൊല്ലു മോനെ, വകുൽ ബിയമീനിക്, അവനവന്റെ ഭാഗത്ത് നിന്ന് വലതു ഭാഗത്ത് നിന്ന് കഴിക്ക്. ഭക്ഷണ മര്യാദ പഠിപ്പിക്കാണ്. വകുൽ മിമ്മാ യലീക, അവനവന്റെ ഭാഗത്ത് കഴിക്കുക, വലതു ഭാഗത്ത് നിന്ന് കഴിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്താണ്. ആ കുട്ടി പിന്നീട് പറയുന്നുണ്ട്, ബോധം വെച്ചാൽ പറയാണ്, പിന്നീട് ഞാൻ എൻ്റെ ജീവിതം ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു മര്യാദകേട് കാണിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കുമ്പോ. അല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, ആ കുട്ടിയല്ലേ, ആ ഇപ്പൊ അങ്ങനെ പോയിക്കോട്ടെ. 18 വയസ്സാകുമ്പോ ബുലൂഗ് എത്തുമ്പോ
കല്യാണം കഴിക്കാനാകുമ്പോഴത്തിന് മാറിക്കോളുന്ന് റസൂലുള്ള ചിന്തിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് കുട്ടികളായിരിക്കുമ്പോഴാണ്. കുട്ടികളിലുള്ള ചെറുപ്പങ്ങളിലുള്ള ശീലം മറക്കുമ്പോൾ മനുഷ്യനുള്ള കാലം ഇല്ലല്ലോ. പണ്ടത്തെ കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെന്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഓർമ്മയുണ്ട്. പല കുടുംബങ്ങളിലും എന്താന്ന് വെച്ചാല് മക്കൾ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടാകും. പക്ഷെ സ്വന്തം വാപ്പ മരിച്ചു കിടക്കുമ്പോ ഒന്ന് മയ്യത്ത് നമസ്കരിക്കാൻ കഴിയാത്ത ഡോക്ടർമാരും എഞ്ചിനീയർമാരുണ്ട്. അതും ഒന്ന് ഇന്ന് ഈവന്റ് മാനേജ്മെന്റുകാർക്ക് തീരെഴുതി കൊടുക്കുക. ഇന്നലെ ഒരു മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മിനിഞ്ഞാന്ന് വയറിങ്ങിന്റെ പണിക്ക് പോയ 48 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മയ്യത്തൊക്കെ കൊണ്ടുവന്ന് വരുന്നത് വരെ ആ കുട്ടി പാലയില് എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുകയാണ്. അതാണ് വലിയ കുട്ടി. ഏകദേശം ഒരു 18-19 വയസ്സുണ്ടാവുള്ളൂ. ആ കുട്ടി തലേ ദിവസം ഞങ്ങൾക്കൊരു മെസ്സേജ് അയച്ചു. പാപ്പ മരണപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ പരമാവധി ആളുകൾ മയ്യിത്ത് നിസ്കാരത്തിന് പങ്കെടുക്കണം. എൻ്റെ ഉപ്പയുടെ കുടുംബക്കാര് മുഴുവനും എല്ലാവിധ ഖുറാഫാത്തുകളും ചെയ്യുന്നവരാണ്. അത്തരം ഖുറാഫാത്തുകൾ ഇല്ലാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മെസ്സേജ് അയച്ചു. ഞങ്ങളൊക്കെ പോയി. മയ്യത്ത് വീട്ടിൽ കണ്ട് കിടക്കുന്നത് വരെ ഒരു പ്രശ്നമില്ല. ആ മയ്യത്ത് വീട്ടിൽ കണ്ട് കൊണ്ടുവന്നപ്പോഴത്തേന് അവിടെ വന്നു. പിന്നെ തുടങ്ങി ഫാത്തിഹയും അതേ പ്രകാരം. എന്നിട്ട് പറയാണ് അദ്ദേഹത്തിന്റെ പരലോകത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫാത്തിഹ ചൊല്ലിയിട്ട് യാസീൻ ഓതി പിരിയാൻ. അവസാനം മയ്യത്ത് നിസ്കരിച്ചത് ആ കുട്ടിയാ. ഞാൻ മനസ്സിലാക്കി ആ കുട്ടിക്ക് ആ വാപ്പ ഉണ്ടാക്കി കൊടുത്തൊരു ബോധം ഉണ്ടെങ്കിൽ എളാപ്പ തൊപ്പിയൊക്കെ മുമ്പൊക്കെ നോക്കി കുട്ടി പറഞ്ഞു ഞാൻ മയ്യത്ത് നിസ്കരിച്ചോളാം. 2 മണിക്ക് ആ മയ്യത്ത് പിന്നെ മരിച്ച വീട്ടിലേക്ക് ചെന്നിട്ട് ആ നിസ്കാരം കഴിഞ്ഞ് പോരുന്നത് വരെ ആ കുട്ടിയുടെ കണ്ണിൽ ഒരു കണ്ണീര് പൊടിഞ്ഞിട്ടില്ല. ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. വല്ലാത്തൊരു ക്ഷമയുള്ള കുട്ടി. വളരെ മാന്യമായിട്ടാണ് ആ നമസ്കാരം പൂർത്തിയാക്കി. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് വരിട്ടോ കബറങ്ങൾക്ക്. ഇതും കുട്ടികളാ, ഇതും നമ്മുടെ മക്കളാണ്. ഞാൻ പറഞ്ഞെന്താ വെച്ചറിയോ, നമ്മുടെ മക്കൾക്ക് ആ രൂപത്തിലുള്ളൊരു ബോധമുണ്ടാക്കി കൊടുക്കുക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നിലപാട് വ്യക്തമാക്കുക. ചില ആൾക്കാരുണ്ടാകും ആദർശവും ആശയൊക്കെ മനസ്സിലുണ്ടാകും, പക്ഷെ അത് ജീവിച്ചിരിക്കുന്ന കാലത്തൊന്നും ആരോടും പറയില്ല. എന്നിട്ട് മരിക്കാൻ സമയത്ത് വസിയത്ത് ചെയ്യും ഇന്നെ മാതിരി കാകണിട്ടോന്ന്. അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ പറഞ്ഞ ഇങ്ങനെ മക്കളെ ഏറ്റവും നല്ല മക്കളാക്കി വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ മാതാക്കൾക്ക് ഇതിൽ വലിയ റോളുണ്ട്. നമ്മുടെ മുൻകാല പണ്ഡിതന്മാരെ മുഴുവനും എടുത്ത് പരിശോധിച്ചാൽ ലോകത്ത് കഴിഞ്ഞു പോയ ആലിമീങ്ങൾ മുഴുവനും അവരെ ഇന്ന് ലോകമറിയപ്പെട്ട ആലിമീങ്ങളും പണ്ഡിതന്മാരുമാക്കി മാറ്റിയത് ഉമ്മമാരാണെന്ന് കാണാൻ സാധിക്കും. നമുക്കറിയുമോ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ 2ാമത്തെ വയസ്സിൽ വാപ്പ മരിച്ചു. പിന്നീട് ഇമാം ഷാഫിയെ ഷാഫിയാക്കി മാറ്റുന്നത് തന്റെ മാതാവാണ്, ഒരു ഉമ്മയാണ്. 7ാമത്തെ വയസ്സായപ്പോഴേക്ക് അദ്ദേഹം ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കി. 10ാമത്തെ വയസ്സിൽ ഇമാം മാലിക്കിന്റെ മുവത്ത മുഴുവനും അദ്ദേഹം വായിച്ചു തീർത്തിട്ടുണ്ട്. ആ ഇമാം ഷാഫിയാണ് ഇന്ന് ലോകം അംഗീകരിക്കപ്പെടുന്ന ഏറ്റവും നല്ല ഹദീസ് പണ്ഡിതന്മാര്. ബുഖാരിയെ കുറിച്ച് കേൾക്കാത്തവരോ പഠിക്കാത്തവരോ ഒരു ഹദീസ് പാരായണം ചെയ്യുമ്പോ ഇമാം ബുഖാരിയുടെ പേര് പറയാത്തവരുണ്ടോ? ആ ബുഖാരിയാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ മാതാവാണെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. അതേ പ്രകാരം നമുക്കറിയാം ഇമാം മാലിക് ജനിക്കുന്നത് ആ ജനിച്ച വർഷം തന്നെയാണ് അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുന്നത്. പിന്നീട് ഇമാം മാലിക് ആ രൂപത്തിലുള്ള ഏറ്റവും നല്ല മദീനയിലെ ഏറ്റവും നല്ല 17ാമത്തെ വയസ്സിൽ അവിടെയുള്ള മദീനത്തെ ഗ്രാൻഡ് മുഫ്തിയായി മാറാണ് 17ാമത്തെ വയസ്സിൽ. ആ 17ാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ +2 പഠിക്കുന്ന കുട്ടിയാ ഒരു നാടിന്റെ ഗ്രാൻഡ് മുഫ്തിയായിട്ട് മാറിയത്. ആ 17 വയസ്സുകാരൻ, നമ്മുടെ വീട്ടിലുള്ള 17 വയസ്സുകാരന് ഒന്ന് ബാപ്പാന്റെ മുമ്പിൽ മയ്യിത്ത് നിസ്കരിക്കാൻ കഴിയും, എന്നിട്ടല്ലേ മുഫ്തിയാകല്?
CA പഠിക്കുന്ന ഒരു കുട്ടിയോട് വീട്ടിലുള്ള വല്യാപ്പ പറയാണ്, എന്തറിയോ, റമദാനിന് നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലുന്നു. ആ കുട്ടിക്ക് പ്രാർത്ഥന, നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലാൻ അറിയില്ല. എവിടെ നമ്മുടെ വിദ്യാഭ്യാസം എത്തിപ്പെട്ടത് സഹോദരങ്ങൾ? നമ്മൾ ആലോചിക്കണം. ഇത് എല്ലാം ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ട് വലിയ പ്രയാസവും അതേ പ്രകാരം പരിഭവം പറയണം. ഞാൻ പറയുന്നത്, ചിലപ്പോ വെക്കേഷൻ അവധിയാണ്, കുട്ടികളെല്ലാവരും നമുക്കറിയാം 4ഉം 5ഉം ആളുകൾ കൂടി വീടിന്റെ എവിടെയെങ്കിലൊക്കെ ഇരുന്നിട്ട് മൊബൈൽ ഫോണുകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ഒരു എഫക്റ്റ് എപ്പോഴാണ് വരണ്ടേ അറിയോ? ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം ആകുമ്പോഴേക്കായിരിക്കും ഇവർ വേറൊരു ലെവലിലേക്ക് എത്തിപ്പെട്ട വാർത്തകൾ നമ്മൾ അറിയാം. ഇന്ന് എല്ലാവിധ ആധുനിക ആപ്പുകളും നമ്മുടെ കുട്ടികൾക്കറിയാം. ഇൻസ്റ്റഗ്രാമില് അക്കൗണ്ട് ഇല്ലാത്ത കുട്ടികൾ നമുക്കുണ്ടോ? ഫേസ്ബുക്കിൽ ഇല്ലാത്ത കുട്ടികളുണ്ടോ നമുക്ക്? ഇതിന്റെയൊക്കെ ദുരന്ത ഫലങ്ങൾ ഇനി പിന്നീട് അനുഭവിക്കാനിരിക്കുന്നു. കാരണം പണ്ടത്തെ കാലത്തുള്ള നമ്മളൊന്നും പ്രായമുള്ളവർക്ക് ആജാതി പ്രയാസങ്ങൾ ഉണ്ടായില്ല. കാരണം എന്താ അറിയോ? ആ ഒരു കുന്ത്രാണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇന്നിപ്പോ അതല്ല. അപ്പൊ നമ്മൾ നല്ലവണ്ണം ആലോചിക്കണമെന്ന് ഞാൻ സൂചിപ്പിക്കാനുള്ളത്, എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സഹോദരങ്ങളെ, ഇനിയിപ്പോ ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും നമുക്കറിയാലോ, ഇതിലേറെ വലിയ ജഹാലത്ത് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തെയാണ് നമ്മൾ ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത്. ആ ജാഹിലിയ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാരെ ഒരു യഥാർത്ഥ മനുഷ്യന്മാരാക്കി മാറ്റിയത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ കൊണ്ട് തന്നെ ഇനിയും മാറ്റം ഉണ്ടാവുള്ളൂ. അലാവുദ്ദീന്റെ അത്ഭുത വളക്കൊണ്ട് കാര്യമില്ല. അന്തരീക്ഷത്തിന് പൊട്ട കൗശലങ്ങൾ കാണിച്ച് മായാജാലം കാണിച്ചിട്ടും കാര്യമില്ല. ഖുർആൻ സൂചിപ്പിച്ചല്ലോ, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന, അക്ഷരജ്ഞാനമില്ലാത്ത ജനതയിൽ നിന്ന് അവരിലേക്കൊരു പ്രവാചകനെ അവരിൽ നിന്ന് തന്നെ അല്ല തെരഞ്ഞെടുത്ത് അയച്ചു. എന്നിട്ടോ എന്തേ പ്രവാചകൻ ചെയ്തത്? യത്ലു അലൈഹിം ആയാതിഹി, അള്ളാന്റെ ആയത്തുകള് അവർക്ക് ഓതി കേൾപ്പിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർ കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു. അവരെ നന്നാക്കിയെടുത്തു. ലോകത്ത് ഏറ്റവും നല്ല ജേതാക്കളും നേതാക്കളും അടങ്ങുന്ന ഹൈറു ഉമ്മത്തി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ഹൈറു ഉമ്മത്തി എന്ന സ്ഥാനപ്പേര് നൽകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദരിക്കുന്ന ഒരു ഉമ്മത്താക്കി മാറ്റിയത് ഖുർആൻ കൊണ്ടാണ്. ആ ഖുർആൻ കൈവിടാതെ അതിലുള്ള ആശയങ്ങളെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ കുറിച്ച് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിനുള്ള സംവിധാനങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. നമുക്കറിയാം, മദ്രസകളിൽ അഡ്മിഷൻ നടക്കുന്ന സമയമാണ് ഇപ്പോ. അതൊക്കെ നമ്മളത് കാര്യഗൗരവത്തോടു കൂടി തന്നെ എടുത്ത് അത്തരം വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയുണ്ടാവട്ടെ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത്, നമ്മുടെ മക്കളെ ഏറ്റവും നല്ല ധാർമ്മികതയും സംസ്കാരവും ഈമാനുമുള്ള മക്കളാക്കി വളർത്തിയെടുക്കുന്ന വിഷയത്തിൽ രക്ഷിതാക്കളായ നമ്മൾ ജാഗ്രത കാണിക്കണമെന്നാണ്. നാളെ നമ്മളെല്ലാവരും മരണപ്പെട്ടാൽ നമ്മുടെ മയ്യത്തിൻ്റെ മുൻപിലിരുന്നു കൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കളെയാണ് നാം സൃഷ്ടിച്ചെടുക്കേണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അവൻ്റെ ഔട്ട് ഓഫ് കവറേജ് ആയിരിക്കും. അതിലൊന്ന് സ്വദഖത്തുൻ ജാരിയ, മറ്റൊന്ന് ഇൽമുൻ യുന്തഫഹു ബിഹി, പഠിച്ച നല്ല അറിവ്. അറിവ് ഒരുപാടുണ്ട്, അതിൽ ഉപകാരമുള്ള അറിവായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, 5-6 കൊല്ലം PG വരെ എടുത്തിട്ട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആയിട്ട് സ്വന്തം ഭർത്താവിനെ അനുസരിക്കാൻ കഴിയാത്ത ഒരു എഞ്ചിനീയറുടെ ഡോക്ടറുടെ അവസ്ഥ അത് എന്തായിരിക്കണം എന്ന് ആലോചിക്കാൻ.
ഔ ഇൽമുൻ യുന്തഫഹു, വിശദീകരിക്കേണ്ടതാണ് ഒരുപാടായിട്ട് അത് വിഷയം. ഇരു ലോകത്തും ഉപകാരമുള്ള അറിവായിരിക്കണം നമ്മൾ നേടേണ്ടത്. അതുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. ഔ വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അതല്ലെങ്കിൽ ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന അത് കിട്ടും. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഖുർആൻ പഠിപ്പിച്ചല്ലോ, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ, റബ്ബേ നീ എനിക്ക് പുറത്തു കൊണ്ടാ, എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊണ്ടാ കൊടുക്ക് എന്ന് പ്രാർത്ഥിക്കുന്ന നല്ല സന്താനങ്ങൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. അവർക്ക് നാം ഒരുപാട് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ഡ്രസ്സ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, നല്ല വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ട്, ആവശ്യപ്പെട്ടതെല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആ വാപ്പാക്ക് നീ ഒന്ന് പുറത്തു കൊടുക്ക് റബ്ബേ എന്ന് പറയുന്ന മക്കളുണ്ടോ? ഇത് നമ്മളൊന്ന് ആലോചിക്കുക. ഇല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള കഠിനമായ പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നമ്മുടെ മക്കളെ അള്ളാഹു ഏറ്റവും നല്ല ഹൈറായ സന്തോഷം നൽകുന്ന സന്താനങ്ങളാക്കി വളർത്തിയെടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് മുതൽക്കൂട്ടാകുന്ന മക്കളെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമികമായ അധ്യാപനങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ അള്ളാഹുവേ നീ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ. മരണപ്പെട്ടാൽ ഞങ്ങൾക്ക് സ്വർഗത്തിൽ ആശ്വാസം, ഖബറിടത്തിൽ ആശ്വാസം നൽകുന്ന, പരലോകത്ത് ആശ്വാസം നൽകുന്ന നല്ല മക്കളെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നുണ്ട്, അവർക്കൊക്കെ നാഥാ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ ആയിസിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.